ഹലോ, ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റ ഉടനെ തന്നെ കിച്ചണിലോട്ടാണ് കേട്ടോ ഓടിപ്പോയത്. കാരണം ഞാൻ 6-6:30 സമയം അലാറം വെച്ച് കിടന്നിട്ട് എഴുന്നേറ്റപ്പോൾ സമയം 7-7:30 കേട്ടോ. സൺഡേ അല്ലേ, സാറ്റർഡേ നൈറ്റ് എന്തായാലും എല്ലാവരും ലേറ്റ് ആവും. ഇപ്പം പിന്നെ സ്കൂൾ അടച്ചത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറങ്ങാതെ നമുക്കെന്തായാലും ഉറങ്ങാനും പറ്റത്തില്ല. രണ്ടുപേരും കളി തന്നെ. പകൽ കളിക്കുന്നതാണെങ്കിലും രാത്രിയിൽ വരുന്ന ഈ കളിയാണ് രണ്ടുപേരും. അപ്പോൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ കിച്ചണിലോട്ട് ഓടി കയറി. തലേദിവസം മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി, നമ്മൾ രാത്രി തന്നെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകിയാട്ടോ വെക്കുന്നത്. അതെല്ലാം എടുത്ത് സെൽഫിലോട്ടൊക്കെ മാറ്റണം. പിന്നെ ചായയൊക്കെ ഇട്ടു. ഞാനിപ്പോൾ ചായ കൂടിയുണ്ട്. തിങ്കളാഴ്ച തൊട്ട് ഞാനൊരു കട്ട ഡയറ്റ് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച തൊട്ട് യോഗയ്ക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ദേ ഇഡ്ഡലി എന്തായാലും അവിച്ചു. പിന്നെ ചോറ് വേവിക്കാനായിട്ട് വെച്ചു. ഞങ്ങളിന്നൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത് സാമ്പാറൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാമ്പാർ വെച്ചു, ഇഡലി ഉണ്ടാക്കി, പിന്നെന്താണ് ചോറ് വെച്ചു. ഇനി ഉച്ചക്കത്തേക്ക് ചോറ് സെറ്റാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചോറ് റെഡിയാക്കും കേട്ടോ. പോയിട്ട് വന്നിട്ട് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. നമ്മളെവിടെ പോയിട്ട് വന്നാലും തിരിച്ച് ഈ ചൂടത്ത്, നമ്മൾ ചൂടത്താണല്ലോ ഇപ്പോൾ ഈ ചൂട് സമയത്ത് എവിടെ പോയിട്ട് വന്നാലും ടയേർഡായിട്ടാണ് കയറി വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും കേട്ടോ. എന്നിട്ടായിരിക്കും എവിടെയെങ്കിലുമൊക്കെ രാവിലെ ഇറങ്ങുന്നത്. വൈകിട്ടാണെങ്കിൽ മഴയുടെ ഒരിത് കാരണം വിശ്വസിച്ച് പുറത്തിറങ്ങാനും പറ്റില്ല. ആക്ച്വലി ഞങ്ങൾ വൈകിട്ടാണ് പോകാനായിട്ട് ഇരുന്നത് ആ സ്ഥലത്ത്. പക്ഷേ രാജേഷിന് പെട്ടെന്ന് എന്തോ ഒരു കംപ്ലൈൻറ്റ് വിളിച്ച് പറയുകയൊക്കെ ചെയ്തുകൊണ്ട് രാവിലെ ഇറങ്ങേണ്ടി വന്നു കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ സമയം 9:30 കണ്ടോ. നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ നല്ല കലിപ്പിലാണ് കേട്ടോ. കാരണം എനിക്ക് ഞങ്ങൾ അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ രാവിലെ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെയിലൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്കൊരു 7 മണി അല്ലെങ്കിൽ 8 മണി സമയത്തെങ്കിലും അമ്പലത്തിൽ പോകണമെന്നുള്ളൊരു ആളാണ് ഞാൻ. ഇത് പക്ഷേ 9:30 ആയി കേട്ടോ. പിന്നെ സൺഡേ ഒരു ദിവസമാണ് റേഷൻ ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ പോട്ടെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം കണ്ടപ്പം നമ്മൾ ചേർത്തല വൈക്കം ഭാഗത്തുള്ള ആളുകൾക്ക്, ആലപ്പുഴ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് എന്തായാലും മനസ്സിലായി കാണും എവിടെയാണ് പോകുന്നതെന്ന്. നമ്മൾ വൈക്കത്തപ്പൻ്റെ അടുത്താണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ തവണക്കടവ് വഴിയാണ് പോകുന്നത്. വന്നപ്പോൾ തന്നെ ഒരു ജങ്കാർ അങ്ങ് പോയി കേട്ടോ. ജങ്കാറിൽ ഭയങ്കര തിരക്കും പിന്നെ ഭയങ്കര വെയിലുമാണ്. ഈ ജങ്കാറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പണിയാവും. അത് ഞങ്ങൾ ജങ്കാർ വഴി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഭയങ്കര വെയിലാണ്. കുഞ്ഞുങ്ങൾ വെയിലത്ത് ജങ്കാറിൽ നിൽക്കുന്നത് അത്ര നല്ലൊരു ഇതല്ല. നല്ല വെയിലാണ്. 9:30-10 മണി സമയം നിങ്ങൾക്ക് അറിയാവില്ലേ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് ടെൻഷനായിട്ട് വയ്യ കേട്ടോ. നമ്മൾ പോകുന്നത് വൈക്കത്തപ്പനെ കാണാനും പിന്നെ നമ്മുടെ വൈക്കത്ത് അമ്പലത്തിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കാണാനായിട്ടാണ് പോകുന്നത്. ഇതൊക്കെ കാണാൻ പറ്റുമോ? വൈക്കത്തപ്പനെ കാണാൻ പറ്റുമോ? നമുക്ക് എപ്പോഴും പോകുന്നൊരു സ്ഥലമല്ലല്ലോ വൈക്കത്തമ്പലം എന്ന് പറഞ്ഞാൽ. ഞാനൊരു മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കഴിഞ്ഞ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഹാദേവനെ ഞാൻ എൻ്റെ ഒരു അച്ഛനെ പോലെയാണ് കാണുന്നത്. ഞാൻ എന്ത് വിഷമം വന്നാലും ഭഗവാനോടാണ് പറയാറുള്ളത് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടൊരു ഭക്തി എന്ന അതിനപ്പുറത്തോട്ട് അത്രയ്ക്കൊരു ഇതാണ് കേട്ടോ മഹാദേവനോട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ 12 വർഷം കൂടുമ്പോൾ നമ്മുടെ വൈക്കത്ത് അമ്പലത്തിൽ കോടി അർച്ചനയും വടക്കുപുറത്ത് പാട്ടും നടക്കും. കൊടുങ്ങല്ലൂർ അമ്മയുടെ എന്തൊക്കെയോ സംഭവങ്ങളാണ് കേട്ടോ. കളവെഴുത്തും പാട്ടും നല്ല രസമാണ്. ഈവനിങ്ങിൽ പോയാലാണ് ഈവനിങ്ങിൽ പോകുമ്പോഴാട്ടോ കൂടുതൽ രസം. ഈ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. ഈവനിങ്ങിൽ പോകാമെന്നാണ് ആക്ച്വലി വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഈ വെയിലത്ത് പോകുന്നത്. ഞാനവിടെ ബോട്ടിറങ്ങിയിട്ട് ഞാൻ അണ്ണനെയും നോക്കിയില്ല, കുഞ്ഞുങ്ങളെ നോക്കിയില്ല കേട്ടോ. ഞാനങ്ങ് നടന്ന് ആരാന്ന് വെച്ചാൽ എൻ്റെ പുറകെ വരാൻ പറഞ്ഞു കേട്ടോ. കാരണം രാജേഷനും ഒക്കെ പതുക്കേ വരത്തുള്ളൂ. പക്ഷെ ഞാൻ നല്ല സ്പീഡിലാട്ടോ പോയത്. സ്പീഡിൽ പോയി ഞാനൊരു ഓട്ടോയിലോട്ട് അങ്ങോട്ട് കയറി കേട്ടോ. കാരണം ഈ വെയിലത്ത് അമ്പലം വരെ എന്തായാലും എനിക്ക് പറ്റില്ല നടക്കാനായിട്ട്. കാരണം ഒന്ന് തിരക്ക് പിടിച്ചാണ് നടക്കുന്നത്. ഈ ഓട്ടോയിൽ പോയത് കൊണ്ട് ഉള്ളത് പറയാലോ, എനിക്ക് എൻ്റെ വൈക്കത്തപ്പനെയും ഈ പറഞ്ഞ കളവെഴുത്തും പാട്ടും പിന്നെ കോടിയർച്ചനെയൊക്കെ തൊഴാൻ സാധിച്ചു കേട്ടോ. പിന്നെ രാജേഷനും പറഞ്ഞ് നമുക്ക് ഓട്ടോ വിളിച്ച് പോകാൻ, കാരണം ധൃതിയാണല്ലോ, ഇത്രയും നടന്നു പോയി കഴിഞ്ഞാൽ പണി പാള് വന്നു.
അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് തവണക്കടവല്ലല്ലോ സോറി, വൈക്കം ജെട്ടിയിൽ നമ്മൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നട വരെ ഓട്ടോ വിളിച്ചാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സത്യം പറയാലോ സങ്കടം വന്ന് എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. അമ്മാതിരി ക്യൂവ്, ഈശ്വര തൊഴാനായിട്ട് നിൽക്കുന്ന ക്യൂ ആണോ ഇത് എന്നൊക്കെ ഓർത്ത് ഞാൻ വിഷമിച്ചു കേട്ടോ. എനിക്ക് വീഡിയോസും എടുക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓടിച്ചെന്ന് ഞാൻ അവരോട് ചോദിച്ചു കേട്ടോ, ഇത് എന്തിനുള്ള ക്യൂ ആ? അപ്പോൾ അവർ പറഞ്ഞു കളവെഴുത്തും പാട്ടും തൊഴാനായിട്ടാണെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം പോയി വൈക്കത്തപ്പനെ കണ്ടു കേട്ടോ. ആദ്യം ഓട്ടിപ്പോയി വൈക്കത്തപ്പനെ കണ്ടു. അതിൻ്റെ ഇതൊന്നും നമ്മൾ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഭയങ്കര സ്പീഡിൽ ഞങ്ങൾ 4 പേര് കൂടെ ഓട്ടിപ്പോയി. ഞങ്ങൾ ചെന്നതും നട അടയ്ക്കാൻ പോവുമായിരുന്നു പൂജയ്ക്ക് വേണ്ടി. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തു, എങ്കിലും മനസ്സിനകത്ത് അയ്യോ കാണാൻ പറ്റത്തില്ലേ എന്നുള്ളൊരു വിഷമമായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ സെലിബ്രിറ്റി വൈക്കത്തപ്പനാണ് കേട്ടോ. വൈക്കത്തപ്പൻ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി തന്നെയല്ലേ. അത്രയ്ക്ക് എത്ര കണ്ടാലും ഇനിയിപ്പം അടുത്ത എപ്പോഴാണോ ഞാൻ വൈക്കത്തമ്പലത്തിൽ പോകുന്നത് അതുവരെയും വൈക്കത്തപ്പൻ്റെ ഇന്ന് കണ്ട ആ ഒരു രൂപമായിരിക്കും കേട്ടോ എൻ്റെ മനസ്സിൽ. ഞാൻ അങ്ങനെ ഇനി എന്ത് വിഷമവും സന്തോഷവും എന്ത് നല്ല കാര്യം സംഭവിച്ചാലും എന്ത് ചീത്തക്കാര്യം സംഭവിച്ചാലും ഇന്ന് ഞാൻ കണ്ട വൈക്കത്തപ്പൻ്റെ രൂപം ഞാൻ മറക്കത്തില്ല. ഇനി കിടന്നുറങ്ങുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ ആ ഒരു വൈക്കത്തപ്പൻ്റെ രൂപം എൻ്റെ മനസ്സിലുണ്ട്. അത്ര നല്ലപോലെ എനിക്ക് തൊഴാൻ സാധിച്ചു. എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സുകൊണ്ട് പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് വൈക്കത്തപ്പനെ. പണ്ട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൃഷ്ണനോട് എന്താ നിനക്ക് അത്ര ഇതില്ലേന്ന്. കൃഷ്ണനോടും ഉണ്ട് വൈക്കത്തപ്പനോടും ഉണ്ട്. പക്ഷെ വൈക്കത്തപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ കളർകോട് മഹാദേവനെ കാണാനായിട്ട് പണ്ടെപ്പോഴും പോകുമായിരുന്നു എൻ്റെ അപ്പൂപ്പൻ്റെ കൈ പിടിച്ചു കേട്ടോ. അന്ന് എനിക്ക് എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞതെന്നാണ് മഹാദേവൻ നമ്മുടെയൊക്കെ അച്ഛനാണെന്ന്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും. അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് അത്രയും അടുത്തിട്ടില്ല കേട്ടോ. സത്യം പറയാമല്ലോ, എൻ്റെ എല്ലാ വിഷമങ്ങളും ഇങ്ങോട്ട് നമുക്ക് ചില കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഭഗവാൻ പറയുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. നേരിട്ട് വന്ന് ഭഗവാൻ പറയുന്നില്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടത്തി തരികയും നമുക്ക് ഭഗവാന്റെ പ്രസൻസ് അറിയാൻ പറ്റുന്ന പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതിലൊന്നാണ് എൻ്റെ കണ്ണൻകുട്ടനെ നമുക്ക് അത്ര വലിയൊരു വിഷമഘട്ടത്തിലിരിക്കുമ്പോഴാണ് കണ്ണൻകുട്ടനെ നമുക്ക് ഭഗവാനായിട്ട് കൊണ്ടു തന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ജീവിതത്തിൽ. ഭഗവാൻ നമ്മളോട് വന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ മനുഷ്യരായിട്ടായിരിക്കും നമ്മളോട് വന്ന് പറയുന്നത്, ചിലപ്പോൾ ഭഗവാനായിട്ട് അവരെ തോന്നിപ്പിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും. ഇതൊന്നും പറയാൻ ഞാനാരുമല്ല. എനിക്ക് അത്ര വലിയ ഭക്തി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. സാധാരണ രീതിയിൽ അങ്ങനെ ഭഗവാനെ കണ്ട് കുറച്ച് നേരം ഭഗവാനെ കണ്ട് പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം വിൽപ്പാട്ടിൻ്റെ ആ ഒരു ഇത് കാണാൻ വേണ്ടി അടുത്ത ക്യൂവിലോട്ട് നിന്നു കേട്ടോ. പെട്ടെന്ന് നടന്നു പോകുന്നുണ്ടായിരുന്നുണ്ടോ, അതുകൊണ്ട് സമാധാനമായി. അതും തൊഴുതു കഴിഞ്ഞപ്പോൾ അവിടെയും ക്ലോസ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കോടിയർച്ചന നടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ഓടി. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറയാം പെട്ടെന്ന് തൊഴേണ്ടവർ പെട്ടെന്ന് തൊഴുത് മാറിക്കോളൂ, ഇതിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും. ഇതേ കണ്ടോ തിരുമേനിമാരൊക്കെ എഴുന്നേറ്റു കേട്ടോ. കോടിയർച്ചനയൊക്കെ കഴിഞ്ഞിട്ട് തിരുമേനിമാരെല്ലാം എഴുന്നേറ്റു. ഇതിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും, പെട്ടെന്ന് തൊഴാൻ പറഞ്ഞു. അങ്ങനെ അവിടെ 3 സ്ഥലത്തും ധൃതി വെച്ചാണ് തൊഴുന്നത്. പക്ഷേ എനിക്ക് വൈക്കത്തപ്പനെ ഒരുപാട് നേരം കാണാൻ പറ്റിയൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ആളോട് പറഞ്ഞു ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വരുന്നുള്ളൂ, ഞാൻ ഒന്ന് തൊഴുതോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പണിക്കാരായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, സെക്യൂരിറ്റീസ്, അവർ പറഞ്ഞാൽ നിന്ന് തൊഴുതോളാൻ പറഞ്ഞിട്ടാണ് വൈക്കത്തപ്പനെ നന്നായിട്ട് തൊഴുതത്. ഇനി അടുത്ത എപ്പോഴാണോ പോകുന്നത് അതുവരെ ആ രൂപം ഞാൻ മറക്കില്ല. അങ്ങനെ വൈക്കത്തമ്പലത്തിലൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കേട്ടോ. അത് ഈ പ്രാവിനെ കണ്ടോ, ഈ പ്രാവിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. രാഷണം പറയുന്നത് ഈ പ്രാവിനെ ശ്രദ്ധിച്ചേ എന്തോ പ്രത്യേകതയുണ്ടെന്ന്. ഞാൻ ഇങ്ങനത്തെ പ്രാവിനെ പണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഷൂ ഇട്ട പ്രാവെന്നാണ് ഇതിനെ പറയുന്നത്. കാലിൽ ഇങ്ങനെ ഫെദർ എന്താ പറയുന്നത്, തൂവലില്ലേ, നമ്മൾ വലിയ ഇംഗ്ലീഷുകാരിയൊന്നുമല്ല, മലയാളത്തിൽ പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തൂവൽ ഇങ്ങനെ കാലിൽ പൊതിഞ്ഞിരിക്കും. അപ്പോൾ ഞാനിതിനൊരു പേരൊക്കെ ഇട്ട് കേട്ടോ അവിടെ നിന്നോട്ട്, ഫെദർ ഷൂ PGN അങ്ങനെയൊക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചു ഇത് നീ ഇപ്പോൾ ഉണ്ടാക്കിയ പേരല്ലേ? പിന്നെ അല്ലാതെ ഞാനതിപ്പോൾ ഉണ്ടാക്കിയ പേരാണ്. അങ്ങനെ കുറേ നേരം അവിടെ ആ പ്രാവിനെയൊക്കെ നോക്കി നിന്നു. പിന്നെ ഞാൻ നടയിൽ പോയി ഒന്നും കൂടെ തൊഴുതു. വേണമെങ്കിൽ ഒന്നും കൂടെ തൊഴാൻ കയറായിരുന്നു. അപ്പോൾ നമ്മൾ 2 ആയിട്ട് തൊഴുതു. 3 പ്രാവശ്യമായിട്ടൊക്കെ കയറണമെന്ന് പറയും. പിന്നെ അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് തൊഴുതു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ അവിടെ ഇങ്ങനെ മോരും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്ന് കേട്ടോ.
റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് പുറകിൽ നിന്ന് ഒരാൾ തോണ്ടാൻ തുടങ്ങിയത്, പോകാമെന്ന്. കാരണം വീട്ടിൽ ചെന്നിട്ട് ജോലിക്ക് പോകണമല്ലോ. ഞായറാഴ്ച ദിവസം അങ്ങനെ ജോലിക്ക് പോകുന്ന ആളല്ല, പക്ഷെ എന്തോ അത്യാവശ്യം വന്ന് പോകേണ്ടി വന്നു. അല്ലെങ്കിൽ പിന്നെ നാളെ പോകേണ്ടി വരും. നാളെ പിന്നെ നമുക്ക് എറണാകുളത്ത് ജോലിക്ക് പോകണ്ടല്ലേ, ഓഫീസിലൊക്കെ പോകണ്ടല്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങ് വിചാരിച്ചു എന്നാൽ പോവുക എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പോയപ്പോഴാണ് ഭയങ്കര ചൂട്, 12 മണി സമയമല്ലേ, മണ്ണൊക്കെ ഇങ്ങനെ തിളച്ച് കിടക്കുകയാണ്. അച്ഛനും മക്കളും കൂടെ ഓടിപ്പോയി. ഞാൻ ആ ചൂട് സഹിച്ച് കേട്ടോ, ആ ചൂട് സഹിച്ച് പതുക്കെ നടന്നു പോയി കേട്ടോ. അങ്ങനെ ഇങ്ങനെ പടിഞ്ഞാറേ സൈഡിലെത്തിയപ്പോഴാണ് അയ്യോ ഒരാളെ കണ്ടില്ലല്ലോ, അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ണിൽ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ, ആന. ഞാനപ്പോൾ പറഞ്ഞു എത്ര താമസിച്ചാലും സാരമില്ല, ആനേനെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. അങ്ങനെ ആനയുടെ അടുത്ത് പോയി നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെയും കൂടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ 5, 10, 15 മിനിറ്റ്. അതിനുശേഷം പിന്നെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഈ പിള്ളേരെ ഇങ്ങനെ നമ്മൾ 2 വീലറിലൊക്കെ അല്ലേ, ഈ കണക്കിന് കാറങ്ങാനും എടുത്തു കഴിഞ്ഞാൽ എന്താവും അവസ്ഥയെന്ന് എനിക്കറിയില്ല. എപ്പോഴും ഈ 2 വീലറിൽ ഇരുത്തിക്കൊണ്ടല്ലേ എല്ലായിടവും പോകുന്നത്, അല്ലെങ്കിൽ ഓട്ടോ. ഈ 2 ഇതിലാണ് കേട്ടോ. ബസ്സിലൊന്നും ഈ പിള്ളേർ കയറാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു രാഷ്ട്ര നമുക്ക് ഇന്ന് എന്തായാലും നടക്കാം കുറച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറേ നടന്ന് ബോട്ടിയെട്ടി വരെ നടന്നു. നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ എപ്പം വൈക്കത്ത് വന്നാലും ബെസ്റ്റ് ബേക്കേഴ്സിലാണ് കേട്ടോ കയറുന്നത്. അവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഫുഡ് മീൻസ് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ സംഭവം വാങ്ങിച്ചു. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. ചിക്കൻ ഹോട്ട് ഡോഗോ അങ്ങനെ എന്തോ ഒരു സാധനം, പേര് പോലും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ലതായിരുന്നു. പക്ഷെ നമ്മുടെ കണ്ണൻകുട്ടൻ അങ്ങോട്ട് ഏറ്റില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. ബാക്കി ഞാനും പൊന്നുക്കുട്ടിയും രാജേഷനും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഒരു ലൈം ജ്യൂസും വാങ്ങിച്ചു. കണ്ണൻകുട്ടന് തണുപ്പില്ലാത്തതും എനിക്കും പൊന്നുകുട്ടിക്കും തണുത്തതും. രാജേഷൻ എന്തായാലും ചായ കേട്ടോ കുടിച്ചത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ ഒരു സംഭവം നടന്നു കേട്ടോ. നമ്മുടെ പൊന്നുകുട്ടിയുടെ ഒരു പല്ലിളകുന്നുണ്ടായിരുന്നു. ആ പല്ലിളകി പോയി കേട്ടോ. പിന്നെ അവിടെ വെച്ചൊരു സീനാണെന്ന് വിചാരിച്ച് ഞാനത് പുറത്തോട്ട് കളഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിപ്പിച്ച്. 12 മണി സമയമായതുകൊണ്ടാണോ എന്തോ എനിക്കറിയത്തില്ല, നല്ലപോലെ ചോര വന്നു. ആളങ്ങ് പേടിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ കയ്യിൽ കുപ്പിവെള്ളം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. വാ കഴുകി തുപ്പിച്ച് കേട്ടോ. കുറേ ചോര പോയി. അങ്ങനെ പൊന്നുകുട്ടിയുടെ ലാസ്റ്റ് പല്ലാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പല്ല് പോയിട്ടുണ്ട്. അതിന് ഡോക്ടറിനെ കാണിക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ അണപ്പല്ല് പോലത്തെ ഒരു പല്ലാണ് കേട്ടോ പോയത്. അത് പോവുമോ അറിയില്ല. എന്തായാലും ഒന്ന് ഡോക്ടറിനെ കാണിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. ഇനി അങ്ങോട്ട് ധൃതി വെച്ച് പോകണം. സമയം ഇപ്പം തന്നെ 12:45 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. നമ്മുടെ പൊന്നുകുട്ടിയുടെ തൊപ്പിയൊക്കെ കളഞ്ഞിട്ടാട്ടോ വന്നിരിക്കുന്നത്. ആ ഇരുന്ന ബെസ്റ്റ് ബേക്കേഴ്സിൽ മറന്നു വെച്ചിട്ടാണ് പൊന്നുകുട്ടി വന്നത്. ഞങ്ങൾ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു വിഷമത്തിൽ പൊന്നുകുട്ടി നിൽക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളല്ലേ, നമ്മളൊക്കെ എന്തൊക്കെ കൊണ്ട് കളഞ്ഞിരിക്കുന്നു, അവൾ മറന്നു പോയതാണ്. പിന്നെ ഞാൻ ഓടി വന്ന ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം കിച്ചണിലോട്ട് ഓടി കയറി ഒരു മുട്ട ഓംപ്ലേറ്റും കൂടി സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാമ്പാറുണ്ട്, പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെന്താണ് അച്ചാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മുട്ട ഓംപ്ലേറ്റും കൂടെ ആക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അത് റെഡിയാക്കുകയാണ്. പിന്നെ ഈ വീഡിയോ എടുത്തു തരുന്നത് രാജേഷനാണ് കേട്ടോ. നന്നായിട്ട് എടുത്തു തരുമൊക്കെ ചെയ്യും, പക്ഷേ ആൾക്ക് മടിയാണ്. ഇത് നമ്മുടെ കണ്ണൻകുട്ടനുള്ള ഓംപ്ലേറ്റ് ആണ്. ഇതിനകത്ത് മഞ്ഞപ്പൊടി, ഉപ്പ് മാത്രം, ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊന്നും അലക്കുലത്തെ സാധനങ്ങളൊന്നും ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കഴിക്കത്തില്ല. ഞങ്ങൾക്ക് ലാവിഷായിട്ട് സബോള, പച്ചമുളക്, ചിലപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ ഇടും. ഇന്ന് ക്യാരറ്റ് ഇടാനൊന്നും സമയം കിട്ടില്ല. അങ്ങനെ 4 പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കോവയ്ക്ക മെഴുക്കുവരട്ടി, അച്ചാറ്, മുട്ട ഓംപ്ലേറ്റ്, പിന്നെ സാമ്പാർ. ഇത്രയും സാധനങ്ങളുണ്ട്. ലാവിഷ്, അടിപൊളി, അന്തസ് അല്ലേ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. കണ്ണൻകുട്ടൻ എന്തൊക്കെയോ മടുപ്പൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനെന്നും വാരിയാണല്ലോ, ഈ ഇടയ്ക്ക് വാരിയാ ചോറൊക്കെ കൊടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഞാൻ പറഞ്ഞ് തനിയെ കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും രാജേഷണം പെട്ടെന്ന് ബാഗും എടുത്തതേ ജോലിക്ക് പോവുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ സൺഡേ ജോലിക്ക് വിടുന്നത് ഭയങ്കര മടിയാണ് കേട്ടോ, ഭയങ്കര വിഷമമാണ്. കാരണം ആ ഒരു ദിവസമേ നമുക്ക് കൂടെ ആളെ കിട്ടാറുള്ളൂ. ഇത് അന്നും അങ്ങനെ പോകുമ്പോഴത്തേക്കും എന്തോ അത്യാവശ്യമായിട്ട് പോയതാണ് കേട്ടോ, അല്ലെങ്കിൽ നാളെ പോകേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഓടിപ്പോവുമായിരുന്നു. എന്തോ കംപ്ലൈൻ്റ് ആണ്, പോകണമെന്നൊക്കെ പറഞ്ഞ്. ആളെന്തായാലും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങ് പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ സെലിബ്രിറ്റീനെയൊക്കെ കണ്ടു. വൈക്കത്തപ്പനാണ് കേട്ടോ നമ്മുടെ സെലിബ്രിറ്റി, നമ്മുടെ അല്ല, എൻ്റെ സെലിബ്രിറ്റി വൈക്കത്തപ്പനാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി എല്ലാം നല്ല രീതിയിൽ നടന്നു. ഭഗവാന്മാരെയും കളവെഴുത്ത് പാട്ടും കോടിയർച്ചനയും എല്ലാം തൊഴാനും ഒക്കെ സാധിച്ചു.
അടിപൊളി ദിവസമായിരുന്നു മക്കളെ. എനിക്ക് ഇതൊക്കെ തന്നെ ധാരാളം എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട്. എനിക്ക് അങ്ങനെ വലിയ ആഡംബര ജീവിതമൊന്നും വേണ്ട, എനിക്ക് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷം കേട്ടോ. അങ്ങനെ പൊന്നുകുട്ടി അച്ഛന് ഗേറ്റൊക്കെ തുറന്നു കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.